ഹലോ എവ്രി വൺ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാക്കോൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ വ്ളോഗാണ്. മാർച്ച് 28 ആയിരുന്നു നിക്കാഹ്, അതായത് കല്യാണം. പിന്നെ റിസപ്ഷൻ എന്ന് പറയുന്നത് മാർച്ച് 29 ആയിരുന്നു. ഇന്നലെ നിക്കാഹും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെണ്ണിനെ അങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നപ്പോഴത്തേനും ഫുള്ള് ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും മൈലാഞ്ചിടലും പിന്നെ ഫുള്ള് ഡാൻസും പാട്ടും ഫുള്ള് ബഹളമായിരുന്നു. പിന്നെ കസിൻസൊക്കെ നമ്മുടെ വീട്ടിൽ അന്ന് സ്റ്റേ ആയിരുന്നു. രാവിലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് അപ്പോഴാണ് നമ്മളെല്ലാവരും ഉണരുന്നത്. കാരണം എല്ലാ ബഹളവും കഴിഞ്ഞ് ഉറങ്ങാൻ തന്നെ ഒരു 2:30-3 മണി ആയിക്കോണു. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് തന്നെ ഒരു 5 മണി 5:30 ആയപ്പോഴത്തേനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു 1.5 മണിക്കൂർ ഉറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ഇവിടുത്തെ കല്യാണം ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് നമ്മുടെ വീടൊന്നും അങ്ങനെ അലങ്കരിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നതും നേരെ കല്യാണപ്പെണ്ണിനെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കണമല്ലോ. പിന്നെ 8 മണി ആകുമ്പോഴത്തേനും കാക്കോനും ഷാനുവിനും റെഡി ആയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ വേഗം റെഡി ആവണമായിരുന്നു. ഇപ്പം നമുക്കൊക്കെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പാർട്ടി മേക്കപ്പ് ആണല്ലോ. ബ്രൈഡിൻ്റെതായ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐഷ് മേക്ക് ഓവർ എന്ന് പറയുന്ന ഒരു ഇത്തയാണ് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കമൻറ്റ് ബോക്സിൽ തൻ്റെ പേജും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കല്യാണപ്പെണ്ണിന് മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കുറച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ എൻ്റെ കയ്യിലത്തെ മൈലാഞ്ചിയൊക്കെ ചോത്തോന്നൊക്കെ ഉള്ളത് നോക്കുമായിരുന്നു. എനിക്ക് വേണമെങ്കിൽ പോയി ഉറങ്ങായിരുന്നു. ഒരു 2-3 മണിക്കൂർ കഴിയും അതൊന്ന് ഫിനിഷ് ആവാൻ. പക്ഷെ എനിക്ക് എന്തോ ഉറക്കം വന്നില്ല. പിന്നെ ബാക്കി എല്ലാവരും അവരവരുടേതായ തിരക്കിലാണ്. കുറേ പേര് അടിയിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ സമയം ചിലവഴിച്ചു. ഇനി ഷാനുവിൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മേക്കപ്പ് ചെയ്യാൻ, എന്നിട്ട് എൻ്റെ കഴിഞ്ഞിട്ട് വേണം സുബിതാത്താക്ക് മേക്കപ്പ് ചെയ്യാൻ. നമുക്ക് 3 ആൾക്കും തന്നെയാണ് മേക്കപ്പ് ചെയ്ത് തരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് നമ്മൾ 3 ആളും എങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും കാക്കൊക്കെ വന്ന് കാക്കുവിനെ ഇനി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കാക്കുവിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനാണല്ലോ. ഇന്നലെ നിക്കാഹിന് നമ്മളെല്ലാവരും ഭയങ്കര സിമ്പിളായിരുന്നു. പിന്നെ നിക്കാഹിന് എൻ്റെ ഔട്ട്ഫിറ്റ് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കും വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അതെടുക്കേണ്ടി വന്നതാണ്. എനിക്കും സുന്ദാതാക്കും 2 പരിപാടിക്കും സെയിം ഔട്ട്ഫിറ്റ് വേണേനും. പിന്നെ നിക്കാഹിൻ്റെ അന്ന് നമുക്ക് എല്ലാവർക്കും ലാവൻഡർ കളർ തീമായിരുന്നു. ആ കളറിലും വേണം. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ അത് 2 പീസ് ഇല്ലേനും. അപ്പോൾ 2 പീസുള്ള ആ ഒരു മോഡലാണ് നമ്മൾ ഇന്നലെ നിക്കാഹിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ചറ പറയായതാണ് ഇന്നലത്തെ ഔട്ട്ഫിറ്റ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പെരുന്നാളിൻ്റെ തിരക്ക് മൂലം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത ആൾക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ പ്ലാൻ ഇങ്ങനെ ആക്കിയത്. ഇനിയിപ്പോൾ സാറില്ല, പക്ഷെ കംപ്ലീറ്റ് മാറ്റി ഒരുങ്ങി വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, ഇത് നമ്മുടെ റിസപ്ഷൻ വ്ളോഗ് അല്ലേ. അപ്പോൾ കാക്കുവിന് ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മുഖമൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കാക്കു ഒരു ബ്ലാക്ക് സ്യൂട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. റിസപ്ഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു വൈബ് പിടിച്ചു നമ്മൾ. പിന്നെ ഷാനുവിന്, അതായത് നമ്മുടെ കല്യാണ പെണ്ണിന് ഒരു ഫ്രോക്കായിരുന്നു. ഒരു ലൈറ്റ് ബ്ലൂവിൽ വരുന്ന ഒരു ഫ്രോക്കായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 8 മണി ആയപ്പോഴത്തേനും 2 ആളും മാറ്റി ഒരുങ്ങിയൊക്കെ സെറ്റായി. പിന്നെ ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ ഹെയർ സ്റ്റൈൽ നമ്മൾ ഇങ്ങനെയാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ റെഡി ആയിട്ട് ഒരുപാട് നേരം വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വേഗം റെഡി ആയിട്ട് വേഗം പോയി. ഹെയറും ഫേസൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫൈനൽ ലുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും റെഡി ആയ സ്ഥിതിക്ക് ഇനി വേണം ഞങ്ങൾക്കൊക്കെ റെഡി ആവാൻ. റിസപ്ഷൻ ആണെങ്കിൽ നമ്മുടെ പരിപാടി ഈവനിങ് അല്ല. പൊതുവെ റിസപ്ഷനൊക്കെ ഈവനിങ് ആ ഒരു ടൈമിലായിരിക്കുമല്ലോ. നമ്മുടേത് ഉച്ചയ്ക്ക് തന്നെയാണ് പരിപാടി. കാരണം ഷാനുവിൻ്റെ വീട് ആലത്തൂർ ആ ഭാഗത്തോട്ട് അങ്ങോട്ടാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.5 മണിക്കൂറിൻ്റെ ട്രാവൽ ഉണ്ട്. അപ്പോൾ ഷാനുവിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് വരുമ്പോൾ ട്രാവൽ കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ. ഈവനിങ് ഒക്കെ ആകുമ്പോൾ വൈകുന്നേരം രാത്രിയൊക്കെ ആവില്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഉച്ചക്കാക്കിയത്. ഫോട്ടോഗ്രാഫർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ ഈ തിരക്കിലാണ് ഞാൻ ഇവരെ പിടിച്ചിട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കണത്. ഓഡിറ്റോറിയത്തിൽ എത്തിയ പിന്നെ ഇങ്ങനത്തെ ഒരു ക്ലിപ്സൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വേഗം വ്ളോഗിലോട്ട് കുറച്ചൊരു ക്ലിപ്സ് എടുത്ത് വെച്ചാണ്. അങ്ങനെ 2 ആളും റെഡിയായി സെറ്റായിട്ട് നേരെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ എൻ്റെ മേക്കപ്പ് ആയിരുന്നു. എനിക്കും സുന്ദാതാക്കും ഈ തന്നെയാണ് കേട്ടോ ചെയ്തു തരുന്നത്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇത്തായിരുന്നു. പിന്നെ മേക്കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഓവറും ആവരുത്, എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മേക്കപ്പ് വേണം എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ നല്ല സെൻസിറ്റീവ് സ്കിന്നുമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് മാത്രം മതി എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എങ്ങനെ ഉണ്ട് എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്നും ഞാൻ ലെൻസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രക്ക് അറിയാത്തൊരു ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലോ മുഖമൊക്കെ ഒന്ന് സെറ്റാക്കി തന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണ പോലെ ഫൗണ്ടേഷൻ ഇട്ടു, കൺസീലർ ഇട്ടു, അങ്ങനെയൊന്നും പറയാൻ കഴിയൂല. അവിടെ ഇരുന്ന് കുറച്ച് നേരം ഞാൻ കണ്ണടച്ചാടിയിരുന്നു. പിന്നെ അവരുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ആയിരുന്നു ഞാൻ അതുകൊണ്ട് പ്രൊഡക്ട്സ് എന്തൊക്കെ അപ്ലൈ ചെയ്യണമെന്നൊന്നും ശ്രദ്ധിച്ചില്ല. ഞാനിപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് ശ്രദ്ധിക്കണത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്കിൻ്റെ ഫേസൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഐഡിയുടെ പേര് മറക്കണ്ട, ഐഷ് മേക്ക് ഓവർ എന്നാണ്. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. വെൽവെറ്റിൽ വരുന്ന ഒരു ടോപ്പും അതിൽ കുറച്ച് ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു സ്കേർട്ടും. ഈ ഒരു ഔട്ട്ഫിറ്റ് ചെയ്തത് നമ്മുടെ പേജായ S3 വിയേഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ S3 വിയേഴ്സിലോട്ട് DM ചെയ്താൽ മതി. സുമിതാത്താക്കും എൻ്റെ അതേ സെയിം ഔട്ട്ഫിറ്റ് തന്നെയാണ്. നമ്മൾ 2 ആളും ട്വിന്നിങ് ആണ്. നമ്മൾ
പണ്ട് ചെറുപ്പത്തൊക്കെ ആയിരുന്നു ഇതേപോലെ ട്വിന്നിങ് ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴാണ് ഇടുന്നത്. അതുകൊണ്ട് കാക്കുവിൻ്റെ കല്യാണത്തിന് ഒരു വെറൈറ്റി കൊണ്ടിട്ട് നമ്മൾ രണ്ടാളും സെയിം ഔട്ട്ഫിറ്റ് ആക്കി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതിൽ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അയാം ബ്രൈഡ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അതും ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഭയങ്കര ഹെവി ആയിട്ടൊന്നും നമ്മൾ നോക്കിയില്ല. ഭയങ്കര സിമ്പിളായിട്ട് എന്നാൽ കുറച്ച് എലഗൻ്റ് ആയി നിൽക്കണ ഒരു കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റാണ് നമ്മൾ നോക്കിയത്. കംപ്ലീറ്റ് ലുക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പോകാനുള്ള ഒരു തിരക്കിലാണ്. എൻ്റെ കഴിഞ്ഞതും പിന്നെ സുമിതാത്ത മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇമ്മിയും വാപ്പയൊക്കെ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. പിന്നെ ഇമ്മാനെ ഒരുക്കണ ആ ഒരു സീനൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ നല്ല തിരക്കിലായിരുന്നു. കാരണം മേക്കപ്പും കാര്യങ്ങളൊക്കെ ആകെ ഒരു തിരക്കായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലിപ്സ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഓരൊക്കെ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. പിന്നെ ഞങ്ങൾ രണ്ടാളും റെഡി ആയിട്ട് ഒപ്പം ഓഡിറ്റോറിയത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവളിവിടെ റെഡി ആവണതിൻ്റെ തിരക്കിൽ ഞാൻ അപ്പുറത്ത് നിന്ന് കറങ്ങായിരുന്നു. കാരണം എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വീഡിയോക്ക് ജസ്റ്റ് 2-3 പോസൊക്കെ ഇട്ടിട്ട് അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നിന്നു. ഇതിൽ ഞാൻ ചെറുതായിട്ടൊരു ഓപ്പൺ ഹെയർ പോലെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു മാട്ടിയൊക്കെ വെച്ചിട്ട്. പക്ഷേ ഷാൾ ഇടുമ്പോൾ മാട്ടി വല്ലാതെ കാണണമെന്നില്ല. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെച്ചു. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഏകദേശം എല്ലാം സെറ്റായി. നമ്മുടെ 3 ആളും റെഡിയായി. ആദ്യം ഷാനുവിനെ ഒരുക്കി, പിന്നെ എന്നെ ഒരുക്കി, പിന്നെ എൻ്റെ താത്താനെ ഒരുക്കി. അങ്ങനെ 3 ആൾക്കാരിനെയാണ് ആദ്യത്തെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റായിട്ട് നമ്മൾ വേഗം നേരെ പോയി ഓഡിറ്റോറിയത്തിലോട്ട് പോയി. അവിടെ പിന്നെ ബഹളവും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്ത് തന്ന ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. 3 ആളുടെയും മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായപ്പോൾ അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒരു രാവിലെ വന്നല്ലേ, അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ആദ്യത്തെ പോയത്. പിന്നെ അത് മാത്രമല്ല, എല്ലാവർക്കും നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ എത്തിയത് നമ്മൾ പ്രതിസുധ വരൻ്റെയും വധുവിൻ്റെയും കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അയാൻ ബേബി നല്ലൊരു ബ്ലാക്ക് കളർ സ്യൂട്ടായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. പക്ഷേ ചൂടെടുക്കണോണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഓനിക്ക് അത് ഊരി കൊടുത്തു. പിന്നെ എന്താ അയാൻ ബേബിൻ്റെ ഫേസ് കാണിക്കാത്തതെന്ന് നിങ്ങളെ ചിന്തിക്കും. ഒന്നുമില്ല, അവനിപ്പോൾ ചെറിയ കുട്ടിയല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവൻ്റെ 1 വയസ്സിലൊക്കെ നമുക്ക് അവൻ്റെ ഫേസ് റിവീൽ ചെയ്യാം. ഇപ്പം ചെറുപ്പം തന്നെ റിവീൽ ചെയ്യാൻ നമുക്കാർക്കും താല്പര്യമല്ല. പിന്നെ നമ്മളെല്ലാവരും ഒരു ബ്ലാക്ക് കളർ തീമായിരുന്നു റിസപ്ഷന് വേണ്ടിയിട്ട് നോക്കിയിരുന്നത്. നിക്കാഹിന് ലാവൻഡർ കളറും റിസപ്ഷന് ബ്ലാക്ക് കളർ തീമും. ഓഡിറ്റോറിയത്തിൽ പിന്നെ ആളുകളുടെയും ബഹളവും തിരക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ബീഫ് ബിരിയാണിയും കഴിച്ചു, സുന്ദാത്ത സുർബിയാനിയും കഴിച്ചു. ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ഒരു ഇതാണ്. വേറെ എന്തുണ്ടെങ്കിലും ബീഫ് ബിരിയാണി ഉണ്ടെങ്കിൽ ഞാൻ അതന്നെ എടുക്കുള്ളൂ. അങ്ങനെ നമ്മൾ വേഗം കുറേ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മളിങ്ങനെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട്. പിന്നെ ചൂടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയണ്ട. പൊതുവേ നമ്മൾ ബ്ലാക്ക് കളർ ഡ്രസ്സുമാണ് ഇട്ടിക്കണത്. നല്ല ചൂടായിരുന്നു. പിന്നെ വീഡിയോസിലോ കാര്യങ്ങളിലോ ഇമ്മാനെയും വാപ്പാനെയും എനിക്ക് കിട്ടിയിട്ട് തന്നെ അല്ല. ഒരു നല്ല ബിസി ആയിരുന്നു. കാരണം ഓരോരുത്തർ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ ഒരു നിൽക്കണോട്ട്. അതുകൊണ്ട് ഒരിൻ്റെ ഒരു ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. രാവിലെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റോറിയത്തിലോട്ട് നേരെ തന്നെ ഒരു പോകും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് ഞാൻ ഒരു മിന്നാട്ടൊക്കെയാണ് ഒരു രണ്ടാളെയും കണ്ടത്. പിന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും തിരക്ക് ഏകദേശം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞു എന്ന് കണ്ടപ്പോൾ അപ്പുറത്തോട്ട് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതാണ്. കാരണം നമ്മളിങ്ങനെ മാറ്റി ഒരുങ്ങി വന്നതല്ലേ, അപ്പോൾ ഫോട്ടോസൊക്കെ കിട്ടിയില്ലെങ്കിൽ ഒരു മോശമല്ലേ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നോക്കിയപ്പോൾ പെരും വെയിലും നല്ല ചൂടും. ഫോട്ടോസ് എടുക്കണമൊന്നും കാണുന്നില്ല. കണ്ണൊക്കെ ഇങ്ങനെ ചിമ്മി പോകുമായിരുന്നു. കാരണം അമ്മാരി വെയിലായിരുന്നു. പിന്നെ ഇതിൻ്റെ സ്കൂൾ ഫ്രണ്ട്സാണ് കേട്ടോ, ബിൻഷിത റിൻഷിത. കൺഫ്യൂഷൻ ആവണ്ട, ഒന്ന് B ഒന്ന് R. പിന്നെ അവിടെ എത്തിയിട്ട് സുമിതാത്താനെ ഇമ്മാനെ വാപ്പാനെ ഒക്കെ ഒരു നോട്ടം മാത്രം എനിക്ക് ഒരു മിന്നൽ പോലെ ഏതി കൂടെയൊക്കെ ഇങ്ങനെ പോണത് കാണാം. പിന്നെ ഒന്നും കാണൂല. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് സുമിതാത്ത കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു പോയിന്ന്. നമ്മുടെ വീട്ടിൽ നിന്ന് ഓഡിറ്റോറിയത്തിലോട്ട് വളരെ കുറച്ച് ദൂരമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അയാൻ ബേബിക്ക് ആൾക്കാരെ കണ്ട ഒരു കരച്ചിൽ ഇത്തിരി അധികമാണ്. അതുകൊണ്ട് ഓള് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം നിന്നപ്പോഴത്തേനും പിന്നെ ഓള് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയി. ഓള് പോയിന്ന് ഞാൻ അറിയുന്നത് വളരെ വൈകിട്ടായിരുന്നു. ഞാനിവിടെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കണേ ആ ഒരു തിരക്കിലായിരുന്നു. പിന്നെ ഇതിൻ്റെ കസിനാട്ടോ ഈ കറക്കണത്. ഞങ്ങൾ കുറേ പ്ലാൻ ഇട്ടതാണ്. ഈ റീലെടുക്കണം, ആ റീലെടുക്കണം, ഇങ്ങനെ വരണം, ഇങ്ങനെ ഡാൻസ് കളിക്കണം, അങ്ങനെയൊക്കെ പ്ലാൻ ആക്കിയതാണ്. ഒന്നും നടന്നില്ല. നമ്മൾ കുറേ പ്ലാൻ ഇട്ടായിരുന്നു, ഒന്നും നടന്നില്ല. എന്താ അവിടെ സംഭവിച്ചെന്ന് യാതൊരു വ്യക്തതയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ കല്യാണമൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ പോവൽ തുടങ്ങി. പിന്നെ ലാസ്റ്റ് നമ്മൾ മാത്രമായി. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഇനി തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. ചെറുക്കനും പെണ്ണും ഒക്കെ വീട്ടിലോട്ട് പോവൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഒന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കിനി ബാക്കിയുള്ളത് വീട്ടിൽ പോയിട്ട് എടുക്കാം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിലൊക്കെ ഒന്ന് ആറിയിട്ട് പിന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, സുമിതാത്ത നേരെ തന്നെ വീട്ടിലോട്ട് വന്നതുകൊണ്ട് എനിക്ക് സുന്ദാത്താക്ക് ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രസ്സ് ചേഞ്ച് ആക്കരുത്, നമുക്ക് ഫോട്ടോസ് എന്തെങ്കിലും എടുത്തിട്ട് ചേഞ്ച് ആക്കിയാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ വരുന്നവരെ അത് ഇട്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒന്നുമില്ല, ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ പുതിയ മൈക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഇങ്ങനെ വെച്ച് സംസാരിക്കുമ്പോൾ ഒരു ഗുമ്മ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഈ മൈക്കിലൊന്ന് സംസാരിച്ച് നോക്ക്
എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. കാരണം എന്തതിന് ഒരു എരമ്പൽ, അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവം എന്ന് എനിക്കും അറിയില്ല. അങ്ങനെ ഞാൻ ഓരോരുത്തൊക്കെ ഒന്ന് മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. ആദ്യം തന്നെ കുറേ പൈസ കൊടുത്തിട്ട് മൈക്കിലൊന്നും എക്സ്പെൻസ് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് മൈക്ക് എടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നല്ലത് എടുക്കാമെന്നായിരുന്നു. സംഭവം ഇത് പാളി. ഇനി അതൊക്കെ ഒഴിവാക്കാം. പിന്നെ ചെറുക്കനും പെണ്ണും ഓഡിറ്റോറിയത്തിൽ നിന്ന് നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ഇന്ന് കാക്കും ഷാനുവും പാടെ ഷാനുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ ഇന്നത്തെ റിസപ്ഷൻ എന്ന് പറയുന്നത് ഷാനുവിൻ്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ അവർ നമ്മുടെ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അടുക്കള കാണൽ ചടങ്ങ് എന്നൊക്കെ പറയില്ലേ, അതും പാടെ മിക്സ്ഡ് ആക്കിയിട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി. അതുകൊണ്ടാണ് ഇമ്മാനെയും വാപ്പാനെയും കാണാൻ കൂടി കിട്ടാത്തത്. കാരണം ഓഡിറ്റോറിയത്തിലും പിന്നെ അത് കഴിഞ്ഞിട്ട് അടുക്കള കാണൽ ചടങ്ങ് പോലെ ഇങ്ങനെ വീട്ടിലോട്ടും വരുന്നതുകൊണ്ടാണ് കുറച്ച് നല്ല അധികം തിരക്കായതുകൊണ്ടാണ് ഓരോ രണ്ടാളും വീഡിയോസിൽ തീരില്ലാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇനി കാക്കും ഷാനും അങ്ങോട്ട് പോവുകയാണ്, ഷാനുവിൻ്റെ വീട്ടിലോട്ട്. എന്നിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് ഇവർ തിരിച്ചു വരിക. ഒരു വിരുന്ന് പോലെ. ഇതിനി വേറെ എന്തെങ്കിലും പേര് അറിയുമോ എനിക്കറിയില്ല. അങ്ങനെ പോകുമ്പോൾ നമ്മളൊരു വെൽവെറ്റ് കളർ ഔട്ട്ഫിറ്റ് ആയിരുന്നു ഷാനുവിന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും നമ്മുടെ പേജിൽ നിന്നായ S3 വിയേഴ്സ് തന്നെയാണ്. ഒരു ഗ്രേപ്പ് കളറായിരുന്നു, ഒരു നല്ല മുന്തിരി കളർ. അങ്ങനെ പിന്നെ ഒരു നമ്മളുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് ഒരു പോയി. പിന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പെൻഡിങ്ങിൽ വെച്ചിട്ടാണല്ലോ, വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ ഒന്ന് ആറിയപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റായി. നമ്മുടെ പരിപാടി ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ആദ്യം തന്നെ ഈ മാലയും വളയും കമ്മലൊക്കെ ഇങ്ങോട്ട് ആദ്യം ഊരി മാറ്റി, പിന്നെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആവണം, മേക്കപ്പൊക്കെ ഒന്ന് കഴുകി കളയണം. ബാക്കിയുള്ള എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ചായി ഫ്രഷ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഞാനും എൻ്റെ കസിനും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോയതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മുടെ കല്യാണം പരിപാടിയും ഏകദേശം എല്ലാം ഫിനിഷ് ആയിക്കണം. നമുക്ക് ഈ 2 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. മാർച്ച് 28-ന് നിക്കാഹും 29-ാം തീയതി റിസപ്ഷനും. ഇനിയിപ്പോൾ നമ്മുടെ ഫാമിലിയിൽ കല്യാണമൊന്നും ബാക്കിയില്ല, കാരണം കാക്കുൻ്റെയും താത്താൻ്റെയും ഓൾറെഡി കഴിഞ്ഞു. ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ നമ്മുടെ കളർ തീം ബ്ലാക്ക് ആയിരുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് ഓർണമെൻറ്റ്സ് ഞാൻ കുറച്ച് ഹെവി ആയിട്ട് മാട്ടിയും അത്യാവശ്യം വലിയൊരു നെക്ക് ചെയിനൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും അതില്ലാതെ എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയതാണ്, അതൊക്കെ അഴിച്ചു മാറ്റിയിട്ട്. പൊതുവേ ഞാൻ ഇത്ര പെട്ടെന്ന് വ്ളോഗൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. കുറച്ച് ടൈം എടുത്തിട്ട് ഞാൻ മെല്ലെ എഡിറ്റൊക്കെ ചെയ്തിട്ടാണ് അപ്ലോഡ് ആക്കാറ്. പിന്നെ കുറേ പേര് വ്ളോഗിന് വെയിറ്റിംഗ് ആണ്, കുറച്ച് പേരൊക്കെ വെയിറ്റിംഗ് ആണെന്ന് തോന്നിയോണ്ടാണ് പെട്ടെന്ന് ഞാൻ വ്ളോഗ് അപ്ലോഡ് ആക്കിയത്. ഇന്നലത്തെ കല്യാണത്തിൻ്റെ വ്ളോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കണ്ടാൽ മതി. പിന്നെ എൻ്റെ കേളി ഹെയർ ഒന്ന് മാറ്റിയിട്ട് മുടി സ്ട്രൈറ്റൻ ചെയ്താലോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കണുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. നോക്കി നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെയുള്ള അക്സസറീസും കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോൾ തന്നെ പകുതി ഒരു ജീവൻ വന്നു. പിന്നെ കണ്ണിൽ ഈ ലാഷസും ലെൻസൊക്കെ ഇങ്ങോട്ട് മാറ്റി. ചിലർക്ക് ലെൻസ് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ എനിക്കും കുറച്ച് ടാസ്ക്കാണ് ലെൻസ് വെക്കുക എന്നുള്ളത്. എനിക്ക് എന്തോ ഒരു പേടിയാണ് ലെൻസ് വെക്കാൻ. പക്ഷെ അത് എടുത്തു മാറ്റാൻ ഞാൻ ഭയങ്കര എക്സ്പെർട്ടാണ്. ഞാൻ വെച്ചത് ഞാൻ തന്നെ എടുത്തു മാറ്റാനാണ് ഞാൻ എക്സ്പെർട്ട്. വേറൊരാളുടെ കണ്ണിൽ പോയിട്ട് ആ ലെൻസ് എടുത്ത് മാറ്റാൻ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വയ്ക്കൂല. ഈ ലെൻസ് വെക്കാനും ലെൻസ് എടുത്ത് മാറ്റാനും കുറേ ടെക്നിക്സുകളുണ്ട്. അതിലത്തെ നമുക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് ആ ടെക്നിക്സ് വെച്ച് ചെയ്താൽ മതി. അങ്ങനെ എല്ലാം സെറ്റ്. ഇനി ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. അപ്പം നമ്മുടെ റിസപ്ഷൻ്റെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.